ഇപ്പോഴും തലവേന ഉണ്ടോ? പിന്നെ ജലദോഷം പനിയാ തിരിയില്ല. മതി, എനിക്കിങ്ങനെ കുറെ നേരം എടുക്കും തോറും വയ്യാണ്ട്. അപ്പൊ എനിക്ക് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫീവർ വ്ലോഗ്. മുട്ടി ഇങ്ങനെ വലിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് പനിയാണ്. എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും ഷോർട്സ് കണ്ടിട്ട്. പനി ഇപ്പോൾ കുറവുണ്ട്, പക്ഷേ തലവേദനയാണ്, പിന്നെ നീർവീഴ്ച, പിന്നെ ഞാൻ ഛർദ്ദിച്ചു കഴിച്ചിട്ടുണ്ട്, പിന്നെ ഭയങ്കര വയ്യ, ക്ഷീണം, അങ്ങനെ ആയിരിക്കും ഞാൻ. അപ്പോൾ ഈ മുടക്കമുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ എക്സാമാണ്. അപ്പോൾ ഞാൻ മുടക്കമുള്ള ദിവസങ്ങളിൽ പഠിക്കാൻ വിചാരിച്ചാണ്, പക്ഷെ അന്ന് തൊട്ട് എനിക്ക് തലവേദനയായി. അപ്പോൾ പിന്നെ അതിനും പറ്റാണ്ടായി ഗൈസ്. അപ്പോൾ ട്യൂഷനൊന്നും പോകാൻ പറ്റിയിട്ടില്ല, കാരണം ഭയങ്കര ക്ഷീണമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സുഖമില്ല, ഉള്ളിലൊന്നും ഒരു സുഖമില്ലാത്ത പോലെ. അപ്പോൾ അത് കിടന്ന് ഞങ്ങൾ കിടക്കും, പിന്നെ ആരെങ്കിലും ഒന്ന് വിളിച്ചെണീപ്പിക്കാം ഞാൻ. അപ്പോൾ എനിക്ക് വിശക്കണം, ഫുഡ് കഴിക്കട്ടെ, വല്ലതും നോക്കണം, ഫുഡ് കഴിക്കണം. രാവിലെ കഴിച്ചായിരുന്നു, ദോശ കഴിച്ച് ഞാൻ ഛർദ്ദിച്ചു പോയി. അപ്പം എനിക്കിനി വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഡെങ്കി ഫീവർ ഉണ്ട് കുറേ ആൾക്കാർക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് കുറവില്ലെങ്കിൽ ഡെങ്കി ടെസ്റ്റ് ചെയ്യാമെന്നാണ്. ഡെങ്കി വന്ന വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഫുഡൊക്കെ ശ്രദ്ധിച്ചാൽ മതി. നമ്മളിങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കാം, കിവിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബ്ലഡ് കൗണ്ട് കുറയില്ല. അപ്പോൾ ആ സമയത്തൊക്കെ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഫുഡ് ശ്രദ്ധിക്കുക, അപ്പോൾ മാറിക്കോളും. പിന്നെ എനിക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് നാവിന് രുചിയൊന്നും ഉണ്ടാവില്ല. എന്നാലും എനിക്ക് നല്ല ഫുഡുകളൊക്കെ കഴിക്കാൻ തോന്നും. എനിക്കിങ്ങനെ പുറത്തത്തെ ഫുഡുകളൊക്കെയാണ് കഴിക്കാൻ തോന്നുന്നത്. എന്താ അറിയില്ല, ഒരു മധുര സ്വഭാവമാണ്. എനിക്കിങ്ങനെ ഫ്രൈഡ് റൈസ് അപ്പം അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ എനിക്ക് കഴിക്കാൻ തോന്നും, പക്ഷെ മമ്മ എനിക്ക് വാങ്ങിച്ചു തരില്ല. ഗൈസ്, ഈ വീട്ടിൽ എനിക്ക് മാത്രം പനി വിചാരിക്കും. എനിക്ക് മാത്രമല്ല, ആദ്യം കുഞ്ഞാറ്റയ്ക്കാണ് വന്നത്, അത് കഴിഞ്ഞ് കുഞ്ഞാറ്റ കുക്കുന് കൊടുത്തു. ഗൈസ്, ഞാൻ അവരെ പിന്നെ കാണിക്കാം. ഇപ്പം ഞാൻ പോയി എന്തെങ്കിലും കഴിക്കട്ടെ. തലവേദനയാണ് സഹിക്കാൻ പറ്റാത്തത്. തലവേദന എനിക്കറിയില്ല എന്താണ് തലവേദന എന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നു. ഇപ്പോഴും ഉണ്ട്, ചെറിയ തലവേദന ഉണ്ട്, പിന്നെ പനി കുറവുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ തലവേദന ഉണ്ട്, പിന്നെ ഇത്തിരി ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് വന്നു. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്, എവർട്ടീൻ്റെ ഒരു പ്രൊഡക്റ്റാണ് കഴിച്ചത്. ഞാൻ ജസ്റ്റ് ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാം, അപ്പോൾ യൂസ്ഫുള്ളായ ആൾക്കാർക്ക് ഇതൊന്ന് ഉപകാരപ്പെടും. വേറെ ഒന്നുമല്ല, നമ്മുടെ എവർട്ടീൻ്റെ പീരിയഡ് കെയർ മെൻസ്ട്രൽ പീരിയഡ് പാൻറ്റിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പാൻറ്റീസ് ആയിട്ടാണ് വരുന്നത്, ഇങ്ങനെ കണ്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ പാൻറ്റീസ് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഒന്നില്ലെങ്കിൽ പാഡ് വയ്ക്കുക, അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ് വയ്ക്കാറാണ് ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പാൻറ്റീസ് വെറുതെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു, കാരണം ഇത് വന്നിട്ട് കുറേ നാളായി. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് യൂസ് ചെയ്ത് നോക്കി. ഞാൻ എന്തുണ്ടെങ്കിലും അത് യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ റിവ്യൂ തരാറ്. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. ഈ ഒരു പാക്കറ്റിൽ 10 പാൻറ്റീസാണ് വരുന്നത്, ഈ ഒരു പാക്കറ്റിലായിട്ട്. ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇനി ബൾജ് ചെയ്ത് നിൽക്കില്ലേ, പക്ഷെ ഒന്നുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഒതുങ്ങിയിട്ട് തന്നെയായിരുന്നു നിന്നിരുന്നത്. പാൻറ് ഇട്ടിട്ടുണ്ടെന്ന് നമ്മൾ അങ്ങനെ ഒന്നും അറിയില്ല, പുറത്ത് ഇങ്ങനെ കാണുന്നവർക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല. അങ്ങനെ അതത്ര ഒതുങ്ങിയിട്ടാണ് അങ്ങനെ ഇരിക്കുക, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നെടുത്തിട്ട് കാണിച്ചു തരാം, കണ്ടോ. ഇങ്ങനെയാണ് കേട്ടോ വരാം, ഇങ്ങനെയായിട്ടാണ് നമുക്ക് അതിനകത്ത് കിട്ടുക. അപ്പം നമ്മൾ കുട്ടികളുടെ സ്നഗ്ഗില്ല, അതേപോലെ സാധാരണ പാഡ് വയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ചെരിയും മറയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ലീക്കേജ് ഒക്കെ വരും. പക്ഷെ ഇതിന് അങ്ങനെയൊന്നും ഇല്ല, നമുക്കിങ്ങനെ കറക്റ്റ് അങ്ങനെ ഫിറ്റ് ആയിട്ട് കിടന്നോളും. പിന്നെ ഇത് കോട്ടണി സോഫ്റ്റ് ആണ്. 2 സൈസിൽ അവൈലബിൾ ആണ്, മീഡിയം ടു ലാർജും ലാർജ് ടു എക്സലും നമുക്കിത് അവൈലബിൾ ആണ്. കോട്ടണി സോഫ്റ്റ് പാൻറ്റിയിൽ നമുക്ക് 360 ഡിഗ്രി പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. 360 ഡിഗ്രി നമുക്ക് ഈ പാൻറ്റീസ് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് 360 ഡിഗ്രി പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് എഴുതിയിട്ടുണ്ട്. അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. പിന്നെ നന്നായിട്ട് നമുക്ക് ഇങ്ങനെ നല്ലപോലെ സ്ട്രെച്ച് ആവും. ഈ ടൈമിലുള്ള നമ്മുടെ പ്രശ്നങ്ങളാണ് ഓവർഫ്ലോ, പിന്നെ ലീക്കേജ്, ഇച്ചിങ്, ഇറിറ്റേഷൻ, പിന്നെ ബാഡ് സ്മെല്ലൊക്കെ വരിക. അതൊക്കെ നമ്മുടെ പീരിയഡ്സ് ടൈമിലുള്ളൊരു നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ്. പക്ഷെ ഇതിന് അങ്ങനെയൊന്നും വരില്ല. നമുക്ക് ഈ പാൻറ്റീസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നും വരില്ല. ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് നമ്മുടെ നീമിൻ്റെ പിന്നെ കുങ്കുമപ്പൂവിൻ്റെയും കൂടെ ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആണ് വരുന്നത് ഇതിന്. അപ്പോൾ നമുക്കിപ്പോൾ നല്ലപോലെ ഓവർഫ്ലോ ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ രാത്രിയൊക്കെ കിടന്നിട്ട് ഇപ്പോൾ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ലീക്കാവും. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക്, പിന്നെ നമ്മുടെ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ലപോലെ യൂസ്ഫുള്ളാണ്. അവർക്ക് അങ്ങനെ ഓവർഫ്ലോ ഉണ്ടെങ്കിൽ അതങ്ങനെ ലീക്കായി പോകില്ല. ഇതിൻ്റെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റാണ്. അത് കാരണം നമ്മുടെ സെൻസിറ്റീവ് സ്കിൻസിൻ്റെ അങ്ങനെ ഒരച്ചിലോ മീൻസ് പൊട്ടലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത്രയുള്ള നമ്മുടെ എവർട്ടീൻ്റെ പീരിയഡ് കെയർ പാൻറ്റീസ്.
ബെല്ലീസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഞാൻ ഇത് അടിയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഡിസ്കൗണ്ടിലും അഫോർഡബിൾ റേറ്റിലും നമുക്കിത് കിട്ടും. അപ്പോൾ ഇത് കുറച്ച് നാളെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്, അപ്പം ഇത് ഞാനിങ്ങനെ വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറേ നാളായല്ലോ വീഡിയോ ഇതിൻ്റെ ചെയ്യണം. ഇപ്പം എനിക്ക് വയ്യ, എന്നാലും ഞാൻ വിചാരിച്ചു ഇതിൻ്റെ റിവ്യൂ ഇന്ന് തന്നെ ഇടാമെന്ന്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പനിയും ജലദോഷമൊക്കെ ആയിട്ട് ഇരിക്കണത്. അപ്പോൾ ഫസ്റ്റ് ഡേ ഈ കുട്ടിയാണ് കൊണ്ടുവന്നത്. ഇവിടെ നമ്മുടെ കുക്കൂന് കൊടുത്തുട്ടാ. അപ്പോൾ ഇപ്പോഴാണ് ഇവരൊന്ന് കയ്യിലിട്ട്. ഇതിപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് തോന്നും പനിയൊന്നും ഇല്ലാതെ. അത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പറ കുക്കു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പുതിയ വീഡിയോ വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതിന് ഞാൻ വീഡിയോ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് എനിക്ക് വയ്യാത്തോണ്ടാണ്, എനിക്ക് തലവേദനയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കാരണമാണ് ഞാൻ വീഡിയോ വേഗം വൈൻഡപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം കൂടെ എടുക്കാതെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.